ശബരിമല സന്നിധാനത്ത് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 70,000 പേരാണ് വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആകെ ദർശനം നടത്തിയവരുടെ എണ്ണം 3 ലക്ഷം പിന്നിട്ടു. ശ്രീരാജ് ബാബു ഉണ്ട് സന്നിധാനത്ത് നിന്ന്. ശ്രീരാജെ, ഗുഡ് മോർണിംഗ്. ഈ കേരളം ഒട്ടാകെ ഇന്ന് തിരഞ്ഞെടുപ്പ് ആവേശമാണ്. സന്നിധാനത്ത് എങ്ങനെയാണ് കാഴ്ചകൾ? തിരക്കുണ്ടോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 3 മണിക്ക് ക്ഷേത്ര നട തുറന്നു. ഇപ്പോൾ നെയ്യഭിഷേക ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 8 മണിക്ക് ആരംഭിച്ച നെയ്യഭിഷേക ചടങ്ങ് ഏകദേശം 11 മണി വരെ നീണ്ടു നിൽക്കും. 70,000 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂവിലൂടെ ക്ഷേത്ര ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നലെ 61,286 പേരാണ് ക്ഷേത്ര ദർശനം നടത്തിയത്. എന്തായാലും ആദ്യത്തെ 4 ദിവസം പിന്നിട്ടപ്പോൾ 3 ലക്ഷം പേരാണ് 3 ലക്ഷം ഭക്തജനങ്ങളാണ് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുള്ളത്. 3 ലക്ഷത്തി കൃത്യമായി പറഞ്ഞാൽ 3,11,028 പേരാണ് ഇതുവരെ ആകെ ദർശനം നടത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്, കഴിഞ്ഞ മണ്ഡലകാലത്തെ ആദ്യ 4 ദിവസത്തെ അപേക്ഷിച്ച് ഈ മണ്ഡലകാലത്തിലെ ആദ്യ 4 ദിവസത്തിൽ 1 ലക്ഷത്തിലധികം ഭക്തജനങ്ങളുടെ അധിക വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആദ്യ 4 ദിവസം 1,48,073 തീർത്ഥാടകരായിരുന്നു ക്ഷേത്ര ദർശനം നടത്തിയതെങ്കിൽ ഈ വർഷം 2,46,544 തീർത്ഥാടകരാണ് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കണക്ക്, 4 കോടിയിലധികം രൂപയുടെ വർധനവാണ് ആദ്യ 4 ദിവസം കൊണ്ട് കഴിഞ്ഞ വർഷത്തെയുമായി താരതമ്യം ചെയ്യുമ്പോൾ ദേവസ്വം ബോർഡിന് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ഭക്തജന തിരക്ക്, ഓരോ ദിവസവും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം വർധനവുണ്ടായിട്ടും അത് ക്ഷേത്രത്തിൽ ആ തിരക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം കൃത്യമായ ക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ കൃത്യമായി ഭക്തജനങ്ങളെ കയറ്റിവിടുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്ഷേത്രത്തിൽ ഒരുക്കിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തിരക്ക് വലിയ രീതിയിൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നില്ല. രാവിലെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് 1 മിനിറ്റിൽ 75ഓളം പേരെ 18-ാം പടി കയറ്റിവിടാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. 1 മിനിറ്റിൽ 75 പേരെ 18-ാം പടി കയറ്റിവിടുന്നത് കൊണ്ട് തന്നെ നടപ്പന്തൽ, തൊട്ടു താഴെയുള്ള നടപ്പന്തലിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പമ്പ ഉൾപ്പെടെയുള്ള ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലും അത്തരത്തിലുള്ള തിരക്കുകളൊന്നും തന്നെ വലിയ രീതിയിൽ അനുഭവപ്പെടുന്നില്ല. ആകെ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നടയോട് ചേർന്നുള്ള ഫ്ലൈ ഓവറിൽ മാത്രമാണ്. അല്പസമയമെങ്കിലും ഭക്തജനങ്ങൾക്ക് ക്യൂ ആയിട്ട് വരി നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഭക്തജന തിരക്ക് വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും ദർശന സൗകര്യം ഉറപ്പാക്കുമെന്ന് ആദ്യം മുതൽ തന്നെ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. രാത്രി 11 മണിക്ക് ക്ഷേത്രനട അടച്ചതിനു ശേഷം 18-ാം പടി ചവിട്ടുന്ന ഭക്തർക്ക് മറ്റ് സൗകര്യങ്ങൾ, അതായത് അന്ന് രാത്രി ഇവിടെ തങ്ങാനുള്ള സൗകര്യങ്ങളും പോലീസ് ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്രമീകരണങ്ങൾക്ക് ശേഷം പുലർച്ചെ അവർ ദർശനം നടത്തിയതിനു ശേഷമാണ് ശബരിമല സന്നിധാനം വിട്ട് പോകുന്നത്. എന്തായാലും കൃത്യമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാലും കൃത്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ നിലവിൽ ദർശനത്തിന്റെ സമയത്തുണ്ടാവുന്നത്. 18-ാം പടിയിൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരുടെ സമയം നേരത്തെ 20 മിനിറ്റ് ആയിരുന്നത് 15 മിനിറ്റ് ആക്കിയും കുറച്ചിട്ടുണ്ട്. ഇതും കുറച്ചുകൂടി ഗുണകരമായി എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ കാര്യക്ഷമമായി ഭക്തജനങ്ങളെ കയറ്റിവിടുന്നതിനും അതുപോലെ തന്നെ ശ്രീരാജ്, സമഗ്രമാണ്. അങ്ങനെ മണ്ഡലകാലം ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. സന്നിധാനത്ത് രാവിലെ മുതൽ ഭക്തജന തിരക്കുണ്ട്. എല്ലാ ഭക്തർക്കും നല്ല രീതിയിൽ ദർശന സൗകര്യവും ഒരുക്കുന്നുണ്ട് സുരക്ഷാ സംഘം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു.